ബുദ്ധിമുട്ട് കിട്ടാൻ. ഡിസംബറിലൊക്കെ തണുപ്പ് കൂടുതൽ സമയത്ത് ഉണ്ടാകും, പക്ഷെ മഴ പെയ്താ പോക്ക. തണുപ്പ് കൂടുന്തോറും പഴം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. തണുപ്പും വെയിലും ഉണ്ടായ പഴം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഞങ്ങൾ വൈകുന്നേരവും രാവിലെ വെള്ളം അടിച്ച് കൂടുമ്പോഴും പഴം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. മഴ പെയ്താൽ മൊത്തം പോക്കണം. ഞങ്ങൾക്ക് പൂനെയിൽ നിന്നാണ് ഈ തൈ കിട്ടുന്നത്. ഈ തൈ ഉണങ്ങിയാലും വാടിയാലും ഞങ്ങൾ പൈസ കൊടുത്താലും ഞങ്ങൾക്ക് തൈ ഇറക്കി തരും. അതിൽ മൊത്തം പ്ലേസ് കൊടുത്താൽ ഇവിടെ വന്ന് ഇറക്കി ഞങ്ങളുടെ കയ്യിൽ കൊടുത്തിട്ടുള്ളൂ. തരുമ്പോൾ ഞങ്ങൾ അത് മേടിച്ചിട്ട് ആ ഒറ്റ ദിവസം കൊണ്ട് വെച്ചത് വച്ച് കിളിർത്ത് വന്നാൽ ഞങ്ങൾക്ക് ലാഭം. ഇല്ലെങ്കിൽ ഇത് പോക്കായ ഞങ്ങൾ ഒരു തൈ വെച്ച് 40 ദിവസം 15 ദിവസത്തിൽ ഒരിക്കലും ചാണകം അതിൻ്റെ ചൂട് കൊടുത്തു കഴിഞ്ഞിട്ട് 40-45 ദിവസം കഴിയുമ്പോൾ ഒന്നൊന്നായിട്ട് പഴം ഉണ്ടാകും. ഒരു 50-60 ദിവസം ആകുമ്പോൾ ഫുൾ പഴം ഉണ്ടാകും. അത് ഒരു 6 മാസത്തേക്ക് ഞങ്ങൾ സൂക്ഷിച്ച് നോക്കും തോറുക. രാവിലെ വൈകുന്നേരം വെള്ളം അടിച്ചടിച്ച് കൊടുക്കും. ചിലത് നല്ല സൈസ്, ഇതൊക്കെ നല്ല സൈസ് ഉണ്ട്. ഒന്നുമില്ല, ഓർഗാനിക് സാധനമാണ്. ഇതിലൊന്നും വേറെ വിഷമൊക്കെ അടിക്കും. ആ തൈ തന്നെ, ആ തൈ ഉണങ്ങി കഴിഞ്ഞാൽ പിന്നെ വേറെ തൈ ഒരു കൊല്ലത്തിൽ ഒരു തൈ. ഇപ്പൊ ഒരു തൈയിൽ വെച്ച് കഴിഞ്ഞാല് അത് എത്ര നാളത്തേക്ക് നിൽക്കും? ഒരു കൊല്ലം നിൽക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങള് 3 മാസത്തിൽ ഒരിക്കലും ആ സൈഡൊക്കെ വെട്ടി മാറ്റി കൊടുക്കണം. പൂക്കളൊക്കെ വെട്ടി മാറ്റി കൊടുത്തിട്ട് ചാണകം മുട്ടിച്ച് ഒഴിക്കണം. ഒഴിച്ച് മാറി മാറി കൊടുക്കുവാണെങ്കിൽ അത് ഒരു കൊല്ലത്തിൽ നോക്കാം. ഒരു തൈന്ന് എത്ര കിട്ടും? ഏകദേശം ഒരു പ്രാവശ്യം കിട്ടുന്നത് ഒരു തൈയില് ഒരു 3-4 പഴം അങ്ങനെ കിട്ടും. ചില നല്ല തൈയൊക്കെ ഞങ്ങളിങ്ങനെ വാങ്ങിച്ച് വെച്ചിട്ട് നല്ല കിളിർത്ത് വരുവാണെങ്കിൽ ഒരു തൈയിലെ 1/4 കിലോ പഴമൊക്കെ കിട്ടും. നമ്മൾ നോക്കുന്നത് പോലെ കിട്ടും. ടൂറിസ്റ്റ് വരുന്നത് ആശ്രയിച്ചാൽ ഞങ്ങൾ ജീവിതം. അതിന്റെ വലുത് 300, അതിന് ചെറുത് തേന. ഇതാ വൈൻ, സ്ട്രോബറി വൈൻ. ഇതിൽ ഒന്നും കെമിക്കലൊക്കെ ഇടത്തില്ല. 1 കിലോ സ്ട്രോബറി ഇടുവാണെങ്കിൽ 1 കിലോ പഞ്ചസാര, 1 ലിറ്റർ വെള്ളം, അങ്ങനെ 10 കിലോ സ്ട്രോബറി ഇട്ടിട്ട് മൺകളയിട്ട് മൂടി വെച്ചിട്ട് 50 ദിവസം കഴിഞ്ഞിട്ട് തുറന്നു ഒഴിക്കുന്നത്. ഇത് സൂര്യകാന്തിയുടെ വിത്താണ്. ഇതും ഈ കടയിൽ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെക്കേഷനൊക്കെ ആയിട്ട് മൂന്നാർ, വട്ടവടയൊക്കെ ട്രിപ്പ് പോകുന്നവരാണെങ്കിൽ വട്ടവടയിലുള്ള ഈ കൊച്ചു കട മറക്കണ്ട കേട്ടോ. ഈ ചേച്ചിയാണ് ഇത് നടത്തുന്നത്. ഈ ചേച്ചിയുടെ വീടിനോട് ചേർന്ന് തന്നെ ഒരു കുഞ്ഞൊരു സ്ട്രോബെറി ഫാമും ഉണ്ട്. അപ്പോൾ നല്ല ഫ്രഷ് സ്ട്രോബെറിയും പാഷൻ ഫ്രൂട്ടും സ്ക്വാഷും വൈനും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ വരെ പോകുന്നുണ്ടെങ്കിൽ ഈ കട ഒന്ന് വിസിറ്റ് ചെയ്യാൻ മറക്കല്ലേ.